അമേരിക്കൻ സഖ്യകക്ഷികളുടെ ഇറാഖ് അധിനിവേശത്തിൽ പരാജയപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട ഇറാഖിന്റെ മുൻ പ്രസിഡന്റ് സദാം ഹുസൈന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന US സേനയിലെ പട്ടാളക്കാരും ഓഫീസർമാരും അതേക്കുറിച്ച് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തടവിലായിരിക്കെ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ ദൃശ്യാനുഭവമായ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ കാണണമെന്ന് ആവശ്യപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന വെളിപ്പെടുത്തലായി മാറിയിരിക്കുന്നത്. 1979 മുതൽ 2003 വരെയുള്ള നീണ്ട 2.5 പതിറ്റാണ്ടുകൾ ഇറാഖിയൻ ജനതയെ നയിച്ച ശക്തനായ സ്വേച്ഛാധിപതിയായിരുന്ന സദാം തൻ്റെ അന്ത്യനിമിഷങ്ങൾക്ക് മുൻപ് ലോകരക്ഷകനായ യേശുക്രിസ്തു മാനവരാശിക്ക് വേണ്ടി അനുഭവിച്ച ഘോര പീഡനങ്ങളുടെ ദൃശ്യാവിഷ്കാരമായ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമ കാണണമെന്ന് ആവശ്യപ്പെട്ടത് തന്നെ ഏതൊരു കഠിനഹൃദയനായ മനുഷ്യന്റെ ഉള്ളിലും സ്വാധീന ശക്തിയായി പടരുന്ന യേശുക്രിസ്തു എന്ന ലോകരക്ഷകന്റെ ചൈതന്യം സദാമിന്റെ ഉള്ളിലും സ്വാധീനം തീർത്തു എന്ന കാര്യത്തിന് തെല്ലും തർക്കമില്ല. മരണത്തെ മുഖാമുഖമായി കാണുന്ന ഏതൊരു മനുഷ്യനും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് തരുന്ന പ്രത്യാശാസ്ത്രങ്ങൾ ഉരുവിടുന്നത് സ്വാഭാവികമായിരിക്കും. അങ്ങനെ ചിന്തിച്ച കൺസർവേറ്റീവ് ഇസ്ലാമായ സദാം തൻ്റെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും കേട്ടുമറന്ന യേശുക്രിസ്തു എന്ന സാക്ഷാൽ ദൈവപുത്രന്റെ രക്ഷാകര പ്രവൃത്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചത് തന്നെ അങ്ങേയറ്റം അമാനുഷികമായ ഒരു അടയാളം തന്നെയാണ്. ഏതായാലും സദാമിന്റെ ആവശ്യത്തെ മാനിച്ചുകൊണ്ട് US സേനയിലെ ഉദ്യോഗസ്ഥർ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമ സദാമിനായി പ്രദർശിപ്പിക്കുകയും ജൂതന്മാർ യേശുക്രിസ്തുവിനെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ കണ്ട് വികാരഭരിതനായ സദാം ജൂതന്മാർക്കെതിരെ രോക്ഷാകുലനായെന്നും ആ സിനിമ അദ്ദേഹത്തിൽ അത്ഭുതകരമായ മതിപ്പും മാറ്റവും ഉളവാക്കിയെന്നും അന്നത്തെ സേനാംഗങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമയാണ് ത്യാഗത്തിൻ്റെയും മോചനത്തിൻ്റെയും ആഴത്തിലുള്ള ആഖ്യാനവുമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്നും സദാം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ലോകത്തിൻ്റെ പാപങ്ങൾക്കുള്ള മോചന ദ്രവ്യമായി മരണപ്പെടുന്ന ദൈവപുത്രന്റെ പീഡാസഹനങ്ങളുടെ ദൃശ്യാവിഷ്കാരമായ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമ കണ്ടുകൊണ്ടിരിക്കെ ജൂതന്മാരാൽ യേശു കൊല്ലപ്പെടുമ്പോൾ ദേഷ്യം പ്രകടിപ്പിച്ച സദാം ഇറാഖികൾ അദ്ദേഹത്തോട് കൂടുതൽ നന്നായി പെരുമാറുമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. സദാമിന്റെ പ്രതികരണം യേശുവിന്റെ നിരപരാധിത്വം അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിലും ഒരു രക്ഷകന് ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ ആ നിമിഷം അദ്ദേഹത്തിന് പ്രേരണയുണ്ടായോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ഇറാഖിയൻ സ്വേച്ഛാധിപതിയെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വ്യക്തമല്ല എങ്കിലും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന ബൈബിളിലെ റോമാലേഖനത്തിലെ വാക്യം ഇവിടെ വളരെ പ്രസക്തമായി മാറുകയാണ്. താൻ വിശ്വസിച്ച പ്രത്യാശാസ്ത്രത്തിനും ദർശനത്തിനും വേണ്ടിയാണെങ്കിൽ പോലും ജീവിത നാളുകളുടെ പരശുദ്ധം കാലങ്ങളിലും ക്രൂരതയുടെ പര്യായമായി വർത്തിച്ച ഒരു മനുഷ്യനായി അവതരിച്ച സാക്ഷാൽ ദൈവപുത്രന്റെ ത്യാഗത്തിൻ്റെയും പങ്കപ്പാടുകളുടെയും ദൃശ്യാവിഷ്കാരം കണ്ടിട്ട് അത് തൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സിനിമ അനുഭവമായി മാറിയെന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ സ്വാധീനത്തെ തെളിയിക്കാൻ പറ്റുന്ന മറ്റൊന്നുമില്ല. തൻ്റെ ഭരണത്തിനെതിരെ നിരന്തരമായി നിലകൊണ്ട കുർദുകളെ അകാരണമായി കൊന്നൊടുക്കിയതിനുള്ള ചാർജായാണ് സഖ്യകക്ഷികൾ സദാമിനെതിരെ ആ ശിക്ഷ ചുമത്തുന്നത്. ആ ചാർജിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ തൂക്കിലേറ്റിയതും. എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മരണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹത്തിൽ മനപരിവർത്തനങ്ങൾ ഉണ്ടായോ? അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന സത്യം എന്നേക്കുമായി ഇല്ലാതായിരിക്കുകയാണ്. എന്നാലും ക്രൂരനെന്ന് ലോകം മുഴുവൻ വിധിയെഴുതിയ ആ മനുഷ്യന്റെ ഉള്ളിൽ അനുതാപത്തിന്റെ നനവുകൾ ഉണ്ടാക്കിയത് ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളായിരുന്നുവെങ്കിൽ അത് നിസ്സാരമായി കാണാൻ കഴിയുന്ന കാര്യമല്ല താനും.